ശ്യാംരാജ്, ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പ്രതിരോധിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ വീട്ടിന് മുന്നിൽ പോയി പടക്കം പൊട്ടിക്കുക, വാഹനങ്ങൾ കത്തിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളുമായി എത്ര കാലം പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ ആവും? എന്തായാലും ഈ പാർട്ടി കോട്ടകളിൽ തന്നെ പയ്യന്നൂർ അറിയാമല്ലോ, പണ്ട് പിണറായിയിൽ പോലും പിണറായി വിജയൻ്റെ കോലം കത്തിച്ചിട്ടുണ്ട് വി.എസ്. അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ച സമയത്ത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് കേവലമായിട്ട് ആ ഒരു അർത്ഥത്തിന് മാത്രം പറയുന്നതിനടുത്ത് കുറച്ചുകൂടി കൂട്ടി പറയണം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഏത് കാലഹരണപ്പെട്ട ഏതൊരു ഐഡിയോളജിയും അത് തകർന്നടിയുക തന്നെ ചെയ്യും. അതിനുള്ള കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു കാരണമാണ് സത്യത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചെങ്കിലുമൊക്കെ ഒരു ചിന്താശേഷിയുള്ള ഒരു വിഭാഗം ജനങ്ങൾ തീർച്ചയായിട്ടും അവർക്കെതിരെ തിരിയുക തന്നെ ചെയ്യും. ഇതിനകത്തെ വിഷയം എന്താ പറയുക, ഒന്ന് നോക്കൂ, ഇവിടെ അവരുടെ രക്തസാക്ഷികളുടെ പേരിൽ അവർ വലിയൊരു പണപ്പിരിവ് നടത്തുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള ഭീമമായിട്ടുള്ള തുക എടുത്തിട്ട് ഇവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്ന ആളുകളെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഇപ്പോൾ ഈ തുറന്നു പറച്ചിലിൽ നടത്തിയിട്ടുള്ള ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ഇവർ പടക്കം എറിയുമ്പോൾ അവിടെ പറക്കമുറ്റാത്ത 3 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് ഇവർക്ക് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ശത്രുവെന്നോ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിച്ചിരുന്നോ ഇവർക്കെതിരെ പറഞ്ഞവരെന്നോ ഇല്ല. ഇവർക്ക് ആരെയാണോ ആ സമയത്ത് കിട്ടേണ്ടത് അവർക്കെതിരെ ഇവർ അതിക്രൂരമായിട്ടുള്ള അക്രമം അഴിച്ചിടുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ശ്രീ കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്. അതിനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വീട്ടിലില്ല, അദ്ദേഹം കല്യാണത്തിന് പോയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, പെൺകുട്ടികളാണെന്ന് തോന്നുന്നു, 3 പേര് മാത്രമുണ്ട്. ആ വീടിൻ്റെ മുമ്പിലേക്കാണ് ഇവർ ഈ പടക്കമൊത്ത് എറിഞ്ഞിടുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രകടനമെടുത്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ബൈക്ക് കത്തിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമീപ പ്രദേശങ്ങളിൽ CCTV ഉള്ളത് കൊണ്ടും കേരളത്തിൽ ഇത്രമാത്രം ദൃശ്യമാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഉള്ളത് കൊണ്ട് ഇന്റർനെറ്റ് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ പണ്ടേ ഇവര് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളുകളെ ഇല്ലാതാക്കിയേനെ. അതാണല്ലോ ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത്. പാർട്ടിക്കെതിരെ നിന്നിട്ടുള്ള TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളുടെ ചരിത്രം എന്താണ്? അതിന്ന് ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ വിനോദ് പറഞ്ഞിട്ടുള്ളത്, ഇനി നാളെ മുതൽ അദ്ദേഹം അടക്കമുള്ള ആളുകൾക്കെതിരെ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ആരോപണങ്ങൾ വലുതായിരിക്കും. കാരണം പാർട്ടിക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളതാണെന്ന്. സത്യമോ അല്ലെങ്കിൽ അസത്യമോ പറഞ്ഞു എന്നുള്ളതല്ല, ഇവർ അസത്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, പാർട്ടിക്കെതിരെ നിന്നു എന്ന് പറഞ്ഞാൽ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളത് ഇവരുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ പാർട്ടിയിൽ നിന്ന് നമ്മൾ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? പിന്നെ ഈ കാലഘട്ടത്തിൽ അവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇല്ലാതായിക്കൊണ്ടിരിക്കില്ലല്ലേ? കേരളത്തിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങുകയും കേരളത്തിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിയുന്നു കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്, കാലഹരണപ്പെട്ട ഒരു ഐഡിയോളജിക്ക് അത് സ്വയം നശിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷികളുടെ പേരിലുള്ള ഈ പ്രവർത്തന ഫണ്ട്. അത് ഒരു ഉദാഹരണമാണ്. ഇത്തരം നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ ഈ പാർട്ടി ഇത് ഇപ്പോൾ തന്നെ ഇത് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അല്ല വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ പാർട്ടിയെ ജനങ്ങൾ പുറന്തള്ളുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നേ അസ്തമിച്ചു കഴിഞ്ഞു, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അസ്തമിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ വിനോദ്, പാർട്ടി വിടാൻ തീരുമാനിച്ചോ? അല്ല, അത് സാധാരണ ഞാൻ എൻ്റെ ഒരു രീതി പറയണത്, പ്രതികരണശേഷിയുള്ള ആൾക്കാർ എല്ലാവരും ആരായാലും ഒറ്റയ്ക്ക് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പാർട്ടിയിൽ എന്തായാലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നിലപാടുകളിൽ വളരെയേറെ വ്യത്യാസം ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ട പാർട്ടിയല്ല, എൻ്റെ പാർട്ടിയല്ല ഇതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം നേതാക്കന്മാരെല്ലാവരും പറയുന്നു നിലപാടുകൾ മാറി. ഞാൻ എൻ്റെ നിലപാട് മാറ്റി, നിലപാടുകൾ മാറാനുള്ളതാണെന്ന് പറയുന്ന തരത്തിലേക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഞാനോ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിനകത്ത് അങ്ങനെ തുടർന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പം എന്തായാലും ഇനി മുതൽ വരുന്ന ദിവസങ്ങളിൽ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ആരോപണങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും എൻ്റെ പേരിൽ വരുന്നത്. ഇന്നലെ വരെ നല്ല വ്യക്തിയായിരുന്ന ഞാൻ ഇന്നു മുതൽ പാർട്ടിക്ക് അനഭിമിതനാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആരോപണങ്ങളും അതുപോലെ ഉറപ്പായിട്ടും അച്ചടക്ക നടപടിയും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്ത് എന്നെപ്പോലെ പ്രതികരണശേഷിയുള്ള ആൾക്കാർക്ക് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സോഷ്യൽ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അങ്ങനെ മാറേണ്ടി വരും, സ്വാഭാവികമാണല്ലോ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിനോദ പണ്ഡ്യാല ഷാജി, ശ്യാംരാജ് ഈ ചർച്ച സജീവമാക്കിയതിന്. ശവം തീനി കഴുകന്മാരാണ് പാർട്ടിയിൽ സിംഹഭാഗവും. രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതിലാണ് അവരുടെ താല്പര്യം. ശേഷം ഫണ്ട് പിരിവ് തുടങ്ങും. 100 പിരിച്ചാൽ 10 പോലും കുടുംബത്തിന് പോകുന്നില്ല. കക്കുന്നവനും കൈയിട്ട് വാരുന്നവനുമാണ് പാർട്ടിയിൽ പ്രധാന പദവികളിൽ അവരോധിക്കപ്പെടുന്നത്. പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന TI മധുസൂദനനെ MLA ആക്കി. തിരുവനന്തപുരത്ത് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രനെ CITU സെക്രട്ടറിയാക്കി. കക്കുന്നവരെ ചൂണ്ടിക്കാട്ടിയാൽ പാർട്ടിക്ക് വെളിയിലാക്കും. അതുകൊണ്ട് സഖാക്കന്മാരെ ഇനിയും ഫണ്ട് വെട്ടിക്കുക,